ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ദൈവം എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു ശിഷ്യന്മാരോടായിട്ട് ചോദിക്കുകയാണ്, ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ആരാണ് എന്ന വിഷയത്തിൽ. ഇവിടെ ശിമോൻ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതായത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. അതാണ് പത്രോസ് നൽകുന്ന മറുപടി. ഇവിടെ ദൈവത്തിലെ വ്യത്യസ്തമായ വ്യക്തിത്വം, അതാണ് നമ്മൾ ഈ വിഷയത്തോട് ബന്ധം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങളെ കാണുന്നത് പോലെ തന്നെ ഈ 3 ആളത്വങ്ങളെയും ഏകത്വമായും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വ്യത്യസ്തമായ 3 വ്യക്തികളായി വിശുദ്ധ വേദ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഈ 3 വ്യക്തികളെയും കൂടിച്ചേർത്ത് ഒരു വ്യക്തിയായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ആരായാനുള്ള ശ്രമമല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ ദൈവത്വത്തെ അറിയണമെങ്കിൽ നമ്മൾ ഈ ഭാഗം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഗങ്ങൾ ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. അതേസമയം ഓർക്കണം, ദൈവത്തിൻ്റെ രൂപവും ഘടനയും അതിനെക്കുറിച്ചുള്ള വിശകലനം മനുഷ്യൻ്റെ പഠനത്തിൽ ഒതുങ്ങുന്നതല്ല. കാരണം ദൈവം ആത്മാവാണ്. അതുപോലെ തന്നെ അവിടുന്ന് മാനുഷികമായ എല്ലാ കാഴ്ചപ്പാടുകൾക്കും ഉപരിയായി നിൽക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെ അത് പൂർണ്ണമായി അത്തരത്തിൽ നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്താലല്ലാതെ മാനുഷികമായ യാതൊരു പഠനത്തിലൂടെയും അത് സാധ്യമല്ല. അതാണ് അതിൻ്റെ ഏറ്റവും യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഏകത്വം എന്നുള്ള വിഷയമാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക തിരുവെഴുത്തുകളുണ്ട്. അതേസമയം നാം നേരത്തെ പരിശോധിച്ചത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും 3 ആളത്വമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിലും പ്രായോഗികമായ അറിവിലും
നാം ഇത് തിരിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇത് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. എന്തെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ദൈവ വചനം മുഖാന്തരമാണ് ഉളവായിട്ടുള്ളത്. ആ ദൈവവചനം എന്നത് 3-ാമത്തെ വാക്യത്തിൽ അവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് സാക്ഷാൽ യേശുക്രിസ്തുവാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാൻ 1:3 ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും കൂടി ചേർത്ത് ചിന്തിക്കുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതേസമയം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ സൃഷ്ടിപ്പിൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനവും കാണുന്നു, ദൈവത്തിൻ്റെ സ്ഥാനവും കാണുന്നു. ഇത് രണ്ട് വ്യക്തിത്വങ്ങളെയും അവിടെ തുല്യതയിൽ പരാമർശിച്ചിരിക്കുന്ന നമ്മൾ കാണുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 10, 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. 30-ാമത്തെ വാക്യം, ഞാനും പിതാവും ഒന്നാകുന്നു. 31-ാമത്തെ വാക്യം, യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. 32, യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. 33-ാമത്തെ വാക്യം, യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ ആടുകളായി പരാമർശിച്ചുകൊണ്ട് അവയെ വഴി നടത്തുന്ന വിധങ്ങളെ വ്യക്തമാക്കിയിട്ട് യേശുക്രിസ്തു പറയുന്നു, യോഹന്നാൻ 10:30, ഞാനും പിതാവും ഒന്നാകുന്നു.
ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു ഉദ്ദേശിച്ച വ്യക്തമാക്കിയ അതേ അർത്ഥം തന്നെയാണ് യഹൂദന്മാർ ഗ്രഹിക്കുന്നതും. അവർ പറയുന്നു, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കണം, പിതാവായ ദൈവത്തെയും, പിതാവ് ആരാണ്? എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. യേശുക്രിസ്തു പറയുകയാ യോഹന്നാൻ 10:29. ആ എല്ലാവരിലും വലിയവനായ പിതാവും യേശുക്രിസ്തുവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. അതാണ് യേശുക്രിസ്തുവിടെ പറയുന്നത്. എന്നാൽ ആ ഒന്നെന്നുള്ളത് ഏത് തലത്തിലാണ് വെളിപ്പെടുത്തുന്നത്? പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അത് ദൗത്യവുമായുള്ള ബന്ധത്തിലാണ്. ശ്രദ്ധിക്കണമേ, ഇവിടെ അസ്തിത്വത്തിൽ ഒന്നെന്നുള്ളതാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ഓർക്കണം, ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും അസ്തിത്വം ഒന്നാണ്. ആളത്വം വ്യത്യസ്തമായിരിക്കുമ്പോഴും അസ്തിത്വം ഒന്നായിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 10:36 മുതൽ 38 വരെ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. അപ്പോൾ ഇവിടെ നമ്മളോടുള്ള ബന്ധത്തിൽ പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ അതേ തോതിൽ പുത്രൻ ചെയ്യുകയാണ്. അപ്പോൾ ആ പ്രവൃത്തി നിമിത്തം പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും എന്ന് ഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തു ഇവിടെ ഉദ്ബോധിപ്പിക്കുക. അപ്പോൾ ഇവിടെ ആളത്വം കൊണ്ട് വ്യത്യസ്തമായിരിക്കെ മാനവകുലത്തിൻ്റെ രക്ഷയുള്ള ബന്ധത്തിൽ, വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ, പ്രവൃത്തിയുള്ള ബന്ധത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും അസ്തിത്വം ഒന്നാണ്. ഇവിടെ ഏകത്വത്തെ വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെ. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു.
ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്, യേശുക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അത് ഏത് നിലവാരത്തിലാണ് ആ കാഴ്ചയെന്ന് യേശുക്രിസ്തു വിവരിക്കുകയാണ്. അതെങ്ങനെയാണ്? രൂപം കൊണ്ടാണോ? ഭാവം കൊണ്ടാണോ? ഒന്നുമല്ല, മറിച്ച് പ്രവൃത്തി കൊണ്ട്. അപ്പോൾ സൃഷ്ടാവായ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേ തോതിൽ യേശുക്രിസ്തു എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ 14:11 ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, പലപ്പോഴും ദൈവിക ത്രിത്വവും ഏകത്വവും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടേതായ നിലവാരത്തിൽ നിന്നുകൊണ്ട്, കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാം അതിനെ സമീപിച്ചാൽ നാം തെറ്റിപ്പോകാനിടയുണ്ട്. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഭൂമിയിലുള്ള കാര്യങ്ങൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അത് മാനുഷികമായ അറിവ് കൊണ്ട് അല്ലെങ്കിൽ ഗവേഷണം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട് കിട്ടുന്ന ഒരുവൻ അവിടുന്ന് സാക്ഷാൽ ദൈവമാണെന്നും പിതാവിൻ്റെ അതേ അസ്തിത്വമാണെന്നും അവൻ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? തിരിച്ചറിയുകയാണ്. അത് വെളിപ്പാടിനാൽ മാത്രമേ സാധ്യമാകൂ. അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി വന്ന് നമ്മോടൊപ്പം ആയിരുന്ന ഒരു മനുഷ്യൻ ദൈവമാണെന്ന് ഉൾക്കൊള്ളുവാൻ നമ്മുടെ സാധാരണ ബുദ്ധിയിൽ, അറിവിൽ ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. എന്നാൽ അതേസമയം നമ്മൾ ഓർക്കണം, ദൈവരൂപത്തിലിരുന്ന യേശുക്രിസ്തു ആ തേജസ്സൊന്ന് മാറ്റിവെച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത് കേവലം 33.5 വർഷം മാത്രമാണ്. ഈ പ്രപഞ്ചത്തോട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സൃഷ്ടിയുള്ള ബന്ധത്തിലും വരുവാനുള്ള നിത്യയുഗങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോഴും ആ 33.5 വർഷം എന്നത് വളരെ ലഘുവായൊരു കാലയളവാണ്. അതുകൊണ്ട് ആ ലഘുവായ ഒരു കാലയളവിൽ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ പരിഗണിക്കാൻ ശ്രമിച്ചാൽ അവിടെ നാം പരാജയപ്പെട്ടു പോകും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതേസമയം തന്നെ പിതാവായ ദൈവത്തിനേക്കാൾ അല്പത്താണവനാണ് യേശുക്രിസ്തു എന്ന് ചിന്തിച്ചാൽ നമ്മൾ തെറ്റിപ്പോകും. കാരണം അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. അസ്തിത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ നിലയിൽ നിൽക്കുന്നു, സമസ്ത മേഖലകളിൽ ഒരേ നിലയിൽ. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു.
ഇവിടെയും യേശു ക്രിസ്തു അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണെന്ന് വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു പറയുന്നു, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ഒരുവൻ പകച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ പിതാവായ ദൈവത്തെ പകയ്ക്കുന്നതിന് തുല്യമാകുകയാണ്. വീണ്ടും അവിടുന്ന് പറയുകയാണ്, ഇപ്പോഴും അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം യേശുവിനെ കാണുന്നവർ ആരെ കാണുകയെന്നാണ് പറയുന്നത്? പിതാവിനെ കാണുകയാണ് എന്നാണ് യേശുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതും പ്രവൃത്തിയുള്ള ബന്ധത്തിൽ അവിടുന്ന് ഭൂമിയിലേക്ക് വന്ന് നമ്മോടൊപ്പമായിരുന്ന് അവിടുന്ന് ചെയ്ത പ്രവൃത്തികളുടെ ബന്ധത്തിൽ അതിലൂടെ യേശുക്രിസ്തുവിനെ കാണുന്നതിനൊപ്പം പിതാവായ ദൈവത്തെയും ദർശിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം. യോഹന്നാൻ 16:32. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വന്നുവിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. ഇവിടെ പ്രവൃത്തിക്കപ്പുറമായി പിതാവിൻ്റെ സജീവ സാന്നിധ്യം അവിടുത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ യാതൊരു അളവുകോൽ കൊണ്ടും നമുക്ക് അളക്കാൻ കഴിയുന്ന ഒന്നല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ സമന്വയത്തെ. മറിച്ച് എന്താണ്, നമ്മളത് ആത്മാവിൽ തിരിച്ചറിയേണ്ടതാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നാം സ്വായത്തമാക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തെളിഞ്ഞു കിട്ടേണ്ടതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നെന്നുള്ള യാഥാർത്ഥ്യവും, അതേസമയം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യക്തിത്വത്തിൽ ആളത്വത്തിൽ മൂന്നാണ് എന്നുള്ള യാഥാർത്ഥ്യവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇവിടെ ഏക സത്യ ദൈവമായ നിന്നെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നല്ല യേശുക്രിസ്തു പറയുന്നത്. ഏക സത്യ ദൈവമായ പിതാവിനെ അറിയണം, പിതാവ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയണം. ഇതൊന്നു മാത്രം അറിഞ്ഞാൽ പോരാ, രണ്ടും അറിയണം. അപ്പോൾ യേശുക്രിസ്തുവിനേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനത്താണ് പിതാവായ ദൈവം നിൽക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ല. മറിച്ച് പിതാവും പുത്രനും തത്തുല്യമായ അവസ്ഥയിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ്
ഏകസത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയണം. അപ്പോഴാണ്, അതാണ് നിത്യജീവൻ്റെ ആധാരം, നിത്യജീവനിലേക്ക് നയിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ കേൾക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ അതിലൂടെ ആരെ സ്നേഹിക്കുക? പിതാവിനെ സ്നേഹിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിതാവും പുത്രനും ഒന്നായി അവരുടെ അടുക്കൽ വാസം ചെയ്യുന്നു. ഇതിൻ്റെ പ്രായോഗിക തലം നമ്മൾ കാണുന്നത് എവിടാ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-16-17 വാക്യങ്ങളിലാണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥന് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 14-23-24 വാക്യങ്ങളിൽ പിതാവും പുത്രനും സ്നേഹിക്കുന്നവൻ്റെ അടുക്കൽ പോയി വാസം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലം എന്താണ്? സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും കൂടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നെന്ന് കാണുന്നു തത്വത്തിൽ, പ്രവൃത്തിയിൽ. എന്നാൽ അതേസമയം 3 വ്യത്യസ്തമായ ആളത്വമായി, വ്യക്തിത്വമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരുവെഴുത്തിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കാം. യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനത്തിൻ്റെ മേലാണ് കർത്താവ് അവിടുത്തെ സഭയെ പണിയുന്നത്. അവിടുന്ന് സാക്ഷാൽ ദൈവം എന്നുള്ള തിരിച്ചറിവ്. ഒരു വേള നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.